തിങ്ക് ഐ ഫൗണ്ട് എ വേ. നമുക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോടാ മേക്കെ. ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കും. വിട്ടുകൊടുത്ത് നമുക്ക് ശീലമില്ല. മുത്തേ നമ്മളൊരു സംഭവം ചെയ്യാറിയാം മുത്തേ, നമ്മളത് അടിച്ച് കണ്ടുപിടിച്ചാൽ പുതിയ ന്യൂ ലൈവ് ഇടാ. അതാ നല്ലത്. നീ പറഞ്ഞോണ്ടൊന്നല്ല, അതിലൊരു സാധനം പോയി. അല്ല വേറൊരു വഴിയുണ്ട്. നമുക്കില്ലേ അവിടെ ലൈവ് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടാവും ചിലപ്പോ. ഓക്കെ, അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛൻ റെഡി ആവുന്നുണ്ട്. അതാ അതിൻ്റെ അവിടെ ലൈവ് ഒന്ന് കട്ടാവും. ഇപ്പൊ തന്നെ ഫോണിലേക്ക് ഒരു 10 സെക്കൻഡ്. ഓക്കെ, വന്നാ നോക്ക്. ചെക്ക് 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 ചെക്ക്. ഹലോ 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 ഹലോ. ചെക്ക് 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 ചെക്ക്. അയ്യോ വാട്സ് അപ്പ്, വാട്സ് അപ്പ് എവരിബഡി ഇൻ ദി ചാറ്റ്. ആഗ്രഹങ്ങൾക്ക് നേരെ നടക്കുമ്പോഴാണ് നമ്മുടെ കാലിന് വേദന എടുക്കുന്നത്. ശുഭദിനം. കളി വന്നില്ല. ഗ്രീൻ സ്ക്രീന് മാറ്റണ്ട. കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ലെവലാക്കോ. PC സ്പോർട്സ് കൊളംബിയ വേഴ്സസ് അർജന്റീന മാച്ച്. ക്ലിക്ക് ഹിയർ. മൈരെ പെട്ടെന്ന് വാടാൻ മൈരെ. അർജന്റീന, അറബിക്, ഇറ്റാലിയ, ഇംഗ്ലീഷ്. Let's go. Let's fucking go! Let's go! ഇതാ അവസാന പുഞ്ചിരി സദ്ദുഖാന്റെ കാലം. ले भाई गेम के घरों में दरवाजा भी लगा दिया ना. ഓ ഫ്രീ ഫയർ ട്രോള് മേടിച്ചിട്ട് ഇത് ഡോർ വെച്ചടാ. എന്ത് ആനിമേഷൻ ആണത്? ഡോർ ഓർക്കുന്ന अरे भाई ये फ्री फायर और पबजी के बीच में चल क्या? अरे മോഡി കമന്ററി ചെയ്യുന്നടാ പബ്ജി ഗെയിമിന്. കളിക്ക് കമന്ററി ചെയ്യുന്നു. अरे भाई ये फ्री फायर और पबजी के बीच में चल क्या रहा है? फ्री फायर वाला बोलते है हम बाप है तू बेटा, पबजी वाला बोलता है नहीं हम बाप है तू बेटा. अरे पबजी तो भाई लगता है हाँ बाप जैसा है, क्योंकि उसका गेम रियल का जैसा लगता है. फ्री फायर का लगता है क्या? हाँ, फ्री फायर का क्या है? रियल जैसे लगता है. कार्टून सा है वो गेम, कार्टून. फ्री फायर का बंदा पबजी में खेलने आ रहा है. कभी सुना है पबजी का बंदा जाके फ्री फायर खेल रहा है? क्या यार नूब जैसा बात करती हो. ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് സദ്ദുവിന്റെ ഫാനായി പറയുന്ന. മോനെ ഫോൺ കാണിച്ച് ടൈപ്പ് ചെയ്ത് പുള്ളി സ്ട്രീമർ ആവണം എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ വിക്കി ബ്രോയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. വിക്കി ബ്രോയ്ക്ക് സ്ട്രീം ചെയ്യുന്ന കാര്യങ്ങളും എഗ്രിമെന്റും കോൺട്രാക്റ്റും എല്ലാം കൂടെ ഒരു ദിവസം മൊത്തം മെനക്കെട്ട് അങ്ങരുടെ കൂടെ വെളിയിലൊക്കെ പോയി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പുള്ളി ഒളിവിൽ പോയി. ഇവന്റെ പോട്ട് ഈകള് പറഞ്ഞു കൊടുക്കല്ലേ പറ്റുള്ളൂ. ഞാൻ ആടെ പോയി എല്ലാം സെറ്റായി കൊടുത്ത് ഓരോ സർവറിൽ GT അടക്കം കയറ്റി ഇതാക്കി കളിപ്പിച്ചതാ ഇവരാ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളന്ന് വീട്ടിൽ പോയത്. എന്നിട്ട് പിറ്റേ ദിവസം ഒളിവിൽ പോയി. നമ്മളവസ്ഥ ആലോചിച്ച് നോക്കുക. പക്ഷെ അവൻ കുറച്ചു ദിവസം സ്ട്രീം ചെയ്താടാ. കുറച്ചു ദിവസം സ്ട്രീം ചെയ്ത അടിപൊളിയായിരുന്നു. അവൻ തിരിച്ചു വരും. വിക്കി വിൽ ബി ബാക്ക്
ഇവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് അനങ്ങുന്നെന്ന്. എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം അല്ലേ? അമ്മായി, ദേവിയാണ് സത്യം. ശരിക്കും എന്റെ വയറ്റില് കുഞ്ഞിന്റെ അനക്കമുണ്ട്. എന്റെ കുട്ടിയെ, നിനക്കിതെന്താ പറ്റിയേ? കുഞ്ഞിന്റെ അനക്കൊന്നും ആവാറായില്ല. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേൾക്കണേ? നേരെ അടി ശബ്ദത്തില് വെറും അനക്കമല്ല, കുഞ്ഞിനൊന്ന് കരയോ? ഞാൻ കേട്ട മനസ്സില്. അണ്ണിൽ ചവിട്ടി പ്രകൃതിയെ അറിഞ്ഞ് വിളയിറക്കിയാൽ 100 മേനി നേടാമെന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ശങ്കരൻ നമ്പൂതിരി. സ്വന്തം പരീക്ഷണങ്ങളിലൂടെ വിളയിച്ചെടുത്ത മാവും പ്ലാവും കുരുമുളകും ജാതിക്കയുമാണ് 3.5 ഏക്കറിനെ സമ്പുഷ്ടമാക്കുന്നത്. ഏത് എഡിറ്റഡാ ഇത്? എടാ പൊട്ടി, ഇത് മനസ്സിലായില്ല. ചെവിയാക്കാത്തവർക്ക് ഇതായി കൊടുക്കുന്നത്. പക്ഷെ അവൻ ഡാൻസ് കളിച്ചത് നമുക്ക് അറിയില്ലായിരുന്നു അവനെ ഡാൻസ് കളിച്ചത്. ഇയാളെന്തിനും ഇവിടെ ഇരുത്തി നടുക്ക് മയില് പണ്ട്. ഏത് ടീമാണോ? ഏത് ടീമാണോ വൈറ്റ്? ഇത് ഏത് ടീമാ? റയല? ഇത് റയല? ഏതാ ടീം? റാമോസ് അല്ലേ ഇത്? ഇതേതാ ടീം? ഏതാ? സ്പെയിന്. പോർച്ചുഗലാ? അത് ആണ് കണ്ടിട്ടോ? മുത്തുമണി, I love you. തിരിച്ചടിച്ചാ 3 പിന്നെ 3 ക്രിസ്ത്യാനോ അടിച്ചു. ലാസ്റ്റ് ഫ്രീ കിക്ക് മോനെ ഗോളി വരെ നോക്കിയെന്ന കളി. അത് ഗോളിക്ക് പനിയായിരുന്നു. ഗോളി ആ ഫ്രീ കിക്ക് ആശുപത്രി കൊണ്ടുപോയി. പണ്ട് ഭയങ്കര കളിയായിരുന്നു തോന്നല്ലേ ഈ റൊണാൾഡോ? പണ്ട് ഭയങ്കര കളികളല്ല, പണ്ട് വേറെ ആർക്കും കളിക്കാറില്ലായിരുന്നു. അതാ പണ്ട് വേറെ കളിക്കാറില്ല. ക്രിസ്ത്യാനോന്റെ തട്ട് എന്നും താന്ന് തന്നെ ഇരിക്കും. അതെ, കാരണം സ്റ്റെപ്പിൽ കയറാറില്ല. മെസ്സിക്ക് കിട്ടൂല മക്കളെ, കിട്ടൂല. ക്രിസ്ത്യാനോന്റെ തട്ട് എപ്പോഴും താന്നിരിക്കേണ്ട കാര്യം എന്റെ മോളിൽ വേറെ തട്ടുകൾ വന്നോണ്ടാ. കിടു റാപ്പ് ഇജാതി വൈബ്. വേടനായിട്ട് കൊളാബ് ഉണ്ടെന്ന് പറഞ്ഞു ഉസ്താദ് മുത്തേ. വേടനായിട്ട് അടുത്ത കൊളാബ് സോങ് ഇറക്കുന്നുണ്ട്, എല്ലാരും നോക്കണം, പ്രൊമോഷൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. നോക്കട്ടെ ഉസ്താദ് നൗഷാദ് വാക്കവി എക്സ് വേടൻ. റാപ്പ് ആ ബീറ്റ് ബോക്സ് ഇല്ല, ഇതൊന്നും അറാമല്ല. ഏതാ ഡാൻസ് കളിക്കൂതോ? ഇവരാരാ? ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ. ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ. സ്വാമി അരികത്ത് രാമരാമേതിക്ക് നിന്നു. ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞു നിന്നു. എങ്ങനെ
ഗസ്റ്റ് ആയിട്ട് കൊടുക്കാം. ചാറ്റ് പറയും ആരാ പമ്പെടുത്ത് രാമനയണ നേരമതയും ചാറ്റ് ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ? ഞാൻ ഈ റീൽ എല്ലാരും പറയുന്നു ഗസ്റ്റ് ആയിട്ട് വിളിക്കാനും പറയുന്നു. അപ്പൊ എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ വിളിക്കണോ? കളി തുടങ്ങിയടാ. രാവണന്റെ വെയിലിടുക്കിയായി ഞാൻ ആദ്യമായിട്ട് കാണുന്നടാ. കുറച്ച് ദിവസം കാണുവാണെങ്കിൽ നമുക്ക് ലെവലിലേക്ക് വിളിക്കാം. കളി took on then number 5 contender Lido Thunder Kid Adimon in November. കോപ്പ തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾക്കും കോപ്പ തുടങ്ങും. നീ പറയുന്നൊന്നും കേൾക്കുന്നില്ല. കോപ്പ തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഉള്ളൂ. അപ്പോൾ കോപ്പ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് ആരാണ്, എന്താണ് പേര്, അച്ചായനുണ്ട്. അതേപോലെ സോറി അച്ചായൻ്റെ അണ്ടിയാണ്. ഓക്കെ കുഴപ്പമില്ല, അത് നിക് നെയിം ആയിരിക്കാം അല്ലേ, അങ്ങനെയല്ലേ അച്ചായൻ. അപ്പൊ ബാക്ക് ഉണ്ട് നമ്മുടെ വിശിഷ്ടാതിഥി സദ്ദാം. പക്ഷെ നമ്മള് വിളിക്കുന്നത് സദ്ദു എന്നാണ് സ്നേഹത്തോടെ. ഓക്കെ അപ്പൊ സദ്ദു എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. മെസ്സി ചോദിക്കുന്നു സദ്ദു എവിടെയാണ്. എടാ സദ്ദു റൊണാൾഡോ ഫാനാ, നിന്റെ പേര് മെസ്സി എന്നല്ല, എന്നിട്ട് നീ സദ്ദു ഫാനായത് എങ്ങനെയാ? അതൊന്ന് പറഞ്ഞേ. ഇങ്ങനെ നീ ലൈവിന്റെ ലിങ്ക് ഒന്ന് മാറ്റി വെക്കുന്നത് ലിങ്ക് വേറെ എടുക്കും, മറ്റെടുത്ത ഊമ്പിയ ലിങ്ക് ആണെന്നാ. ഏത് ഇത് വേറെ ലിങ്ക് എടാ എപ്പിക് സ്പോർട്സ്